ഒരു സ്ഥലത്തൊരു കല്യാണത്തിന് പോയി. വലിയൊരു ഹാളിലാണ് കല്യാണം. അപ്പൊ കല്യാണത്തിന് ചെന്ന് സുബ്ഹാനല്ലാഹ് എനിക്ക് ഭക്ഷണം കൊണ്ട് തന്നപ്പോ ഭക്ഷണം പാളയല്ല. പാളാന്ന് നിങ്ങളായിട്ട് പറയും, ഈ കവുങ്ങിന്റെ അതിന് പാളയിലാണ് ഭക്ഷണം. ഇയാൾ വലിയ മുതലാളി എത്തിയാൽ ഒരു പ്ലേറ്റ് വാങ്ങിച്ചൂടെ? അപ്പൊ നോക്കുമ്പോ ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ പാള ഒരു പ്ലേറ്റ് പോലെ ആക്കിയിട്ട് അതില സാധാരണ എന്തെല്ലോ സാധനം ഇരിഞ്ഞ് നടക്കുന്ന ഒരു സാധനമാണ് ഈ പാളാന്ന് പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിൽ അച്ചി എന്നൊക്കെ പറയും. ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്ന കാണാം. ഈ പാളയിലാണ് ഭക്ഷണം. ഞാൻ വിചാരിച്ചു പഠിച്ചോനെ ബെർഡൈനല്ലോ എന്ന് തോന്നി. ഒരു പ്ലേറ്റ് ഇത്ര സുഖമുള്ള പ്ലേറ്റ് ഉണ്ടാവും. അതുപോട്ടെ, ഭക്ഷണമൊക്കെ കഴിച്ച് പോരാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഞാനാകെ ബേജാറായി പോയി. ഇതാണ് സ്റ്റേജുമ്മല് ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടീനെ സ്റ്റേജുമ്മ കയറ്റിയിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ പിടിക്കുന്നു. പച്ച വ്യഭിചാരം. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയും, രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ്, സിനയാണ് നോട്ടമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ പെൺകുട്ടീനെ അങ്ങനെ കാണിച്ചു കൊടുക്കൽ ഏത് ശറയിലാണ് അനുവദിക്കപ്പെട്ടത്? ആരാണ് ഇത് നടപ്പാക്കിയത്? അള്ളാന്റെ ദീനിനൊരു വിലയും കൽപ്പിക്കാതെ തോന്നിയ സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരനായ മുസ്ലിയാരെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങളെ ഈ ബൈക്കുള്ളൊരു മുസ്ലിയാരാ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, കല്യാണം നടക്കുമ്പോൾ എന്തൊക്കെയാ ഇപ്പം നടക്കലെന്ന് ചോദിച്ചാൽ വെറുതെ ചോദിച്ചതാ. കാരണം വലിയ പൈസയും മുതൽക്കിട്ട് കാറിന്റെ വാടകയും കൊടുത്തിട്ട് ആൾക്കാർ അതിനുണ്ടിയാണ്. മൂല്യാരം ക്ഷണിക്കാൻ കുറേ അധ്വാനം, കൊണ്ടുവരാൻ കുറേ അധ്വാനം, കൂട്ടാൻ പോകാൻ കുറേ അധ്വാനം. ഈ അധ്വാനം എല്ലാം കഴിച്ചിട്ട് മൂല്യാരെ കൊണ്ടുവരും. ഈ മൂല്യാർ വന്നിട്ടോ 4 പാട്ടും പാടിപ്പോയാൽ മതിയോ? പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ? സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പൊ കല്യാണം വീട്? ഇപ്പൊ എന്നോട് പറയും, ഉസ്താദെ ഇപ്പൊ ഒരു കഥ കേൾക്കണം നിങ്ങൾക്ക്. എന്തേ? ഇപ്പൊ അധികോ ഹാളെന്നാണ് കല്യാണം. ആയിക്കോട്ടെ, വീട്ടു സൗകര്യമല്ലേ, ഹാളെന്ന് ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷം പിന്നുണ്ട് ഈ പെൺകുട്ടിക്ക് ഒരു സ്വർണത്തിന്റെ മാല കെട്ടുന്ന പരിപാടി എന്നുണ്ട്. അല്ലേ? ഒരു മാല കെട്ടുന്ന പരിപാടി ഉണ്ട് എന്ന്. ചാരാ കെട്ടുക, ഭർത്താവ് പോയിട്ട് ഭാര്യക്ക് കെട്ടി കൊടുക്കുക, തെറ്റൊന്നുമില്ല. നിക്കാഹ് കഴിഞ്ഞല്ലോ, എനിക്ക് കാണുകയും തൊടുകയും ചെയ്യാലോ, ഒരു തെറ്റുമില്ല. അപ്പൊ അങ്ങനല്ല, ഇങ്ങനെ ഓൻ്റെ കൂടെ സുഹൃത്തുക്കളോടും ഉണ്ടാവും. ഈ സുഹൃത്തുക്കളും ഈ പെണ്ണുമായിട്ട് എന്താ ബന്ധം? പച്ചഹറാം. അവനല്ലാത്ത ഒരൊറ്റ പുരുഷനങ്ങോട്ട് കയറാൻ പറ്റില്ല. അവന്റെ സ്വന്തം ബാപ്പക്ക് നിക്കാഹ് കഴിഞ്ഞാൽ കയറാം. കാരണം ബാപ്പ സ്വന്തം ബാപ്പന്റെ സ്ഥാനത്തായി. സ്വന്തം ബാപ്പാന്റെ അനുജന് കയറാൻ പറ്റൂല, ബാപ്പാന്റെ ജ്യേഷ്ഠന് കയറാൻ പറ്റൂല, അതുപോലെ തന്നെ ഉമ്മാന്റെ ആങ്ങൾക്ക് കയറാൻ പറ്റൂല, അവനുമായി ബന്ധമുള്ള വേറെ ആർക്കും പറ്റൂല. ബാപ്പക്ക് കയറാം, ബാപ്പന്റെ ബാപ്പക്ക് പറ്റും. അങ്ങനെ തുടങ്ങി ബാപ്പയല്ലാത്ത ഒരാൾക്കും പറ്റൂല. അവന്റെ ജ്യേഷ്ഠനും അനുജനും ഒന്നും കയറാൻ പറ്റൂല. ഇത് അന്യസ്ത്രീയാണ്. ഈ അന്യസ്ത്രീക്ക് ആദ്യം തന്നെ നിക്കാഹ് ചെയ്ത് അതിന് ഹറാമാ. ഈ നിക്കാഹ് ഖിയാമത്ത് നാൾ വരെ തുടരേണ്ട ബന്ധല്ലേ? ഇതിലല്ലേ നല്ല സാലിഹികളായ മക്കൾ ജനിക്കേണ്ടത്? തുടങ്ങുമ്പോൾ തന്നെ ഹറാമും ചെയ്തിട്ടാ തുടങ്ങും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു മേലിൽ അങ്ങനെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒരൊറ്റ മുസ്ലിമും അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമതായി പറയട്ടെ, എന്നോട് പറഞ്ഞ് വേറൊന്നുണ്ട് ഉസ്താദ്, അതിനെക്കാളും ബേജാറുള്ള സംഗതി. അതെന്താന്ന് ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞ് ആ കഴിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പുതിയാപ്പിള രാത്രിയാ പോവുക, ഏകദേശം ഒരു 10 മണി. ഇങ്ങനെ ഇത്ര ബൈക്കുന്നത്? ഇത്ര ബൈക്കേണ്ട ആവശ്യം എന്താ? കുറച്ച് നേരത്തെ അങ്ങ് പോയാലെന്താ? ഈ 10 മണിക്ക് പോകുമ്പോ ഇവന്റെ കൂടെ കുറെ പരിവാരം. എന്തിന്? എല്ലാവരും കല്യാണം കഴിച്ചോ, ഒരാളാണ്ട് കഴിച്ചോ. എന്നാ പോട്ടെ, സ്നേഹിതന്മാര് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കയറ്റി കൊടുത്ത് അവിടെ നിന്ന് ഭക്ഷണം കിട്ടിയിട്ട് കഴിച്ച് പോരാണെ കുഴപ്പമില്ല. പിന്നെ ഇവളെ അറേന്റെ റൂമിന്റെ ഉള്ളിൽ എന്തിനാണ് ഈ ചെറുപ്പക്കാർ പോകുന്നത്? ഈ പെൺകുട്ടിയുടെ അറയുടെ ഉള്ളിലേക്ക് ഈ ചെറുപ്പക്കാർക്ക് പോകേണ്ട ആവശ്യം എന്താണ്? മുറ്റത്തിറങ്ങി ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോകാന്നല്ലാതെ ഈ അറേന്റെ ഉള്ളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? അറേന്റെ ഉള്ളിൽ പോകലാണെന്നും തിരക്കുകളില്ല. പെൺകുട്ടി ഇല്ലാത്ത സമയത്തായിരിക്കും എന്ന് വിചാരിക്കുക, നമ്മൾ നല്ല വിചാരിക്കുക. പക്ഷെ അവിടെയുള്ള കണ്ണാടി പൊട്ടിച്ച്, ക്ലോസറ്റ് പൊട്ടിച്ച്, അവിടെയുള്ള സാധനമൊക്കെ നശിപ്പിച്ച്, വന്ന് കയറുന്ന സമയത്ത് കുറെ കതിന പൊട്ടിച്ച്, പച്ച തെറ്റായ ഏതൊക്കെ കാര്യങ്ങളെന്ന് അറിയോ? ഈ കതിന പൊട്ടിച്ച് എവിടുന്നോ ഒരു സ്ഥലത്ത് കതിന പൊട്ടിക്കുമ്പോ ഏതോ ആൾക്കാർ പറഞ്ഞു പോലും, മക്കളെ നിങ്ങൾ പൊട്ടിക്കല്ലേ, അപ്പുറത്തുണ്ട് ഒരു സക്കറാത്ത് കിടക്കുന്ന ഒരു ഉമ്മ ഉണ്ട്, ആ ഉമ്മാക്ക് പെട്ടെന്ന് കേട്ടാ എന്തോ പറ്റിപ്പോവും. അതൊന്നും വില വെക്കാതെ യുവാക്കള് അങ്ങോട്ട് പൊട്ടിച്ച ഈ ഉമ്മ മരിച്ചുപോയി. ഈ ഉമ്മാനെ കൊന്ന കുറ്റം കിട്ടൂല ഇവർക്ക്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഞാൻ ചോദിക്കട്ടെ, ശല്യം ചെയ്യാൻ പറ്റുമോ? ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഇസ്ലാമിന്റെ നിയമം ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ മുന്നിൽ വെച്ച് ഉറക്ക ഖുർആൻ ഓതാൻ പാടില്ല. കാരണം ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുക്കുന്ന ഉറക്ക ഖുർആൻ ഓതുമ്പോൾ അവന്റെ ഉറക്ക് തെളിഞ്ഞു പോയാലോ? അപ്പൊ ഉറങ്ങിക്കിടക്കുന്നവന്റെ മുമ്പിൽ വെച്ച് ഉറക്ക ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അനുയായികള്, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കൊണ്ടുപോയിട്ട് കതിനെന്ന് പറഞ്ഞ് പൊട്ടിക്കുമ്പോ അതിന്റെ നേരെ അപ്പുറത്തുണ്ട് കുഞ്ഞിനെ ഒന്ന് ഉറക്കി കിട്ടണോന്ന് മനസ്സിലാക്കി അധ്വാനിച്ച് മുല കൊടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി ഉറക്കിയ ഉമ്മയുണ്ട്. ആ കുഞ്ഞ് ഈ ശബ്ദം കേട്ടിട്ട് അതാ ഞെട്ടി തെളിഞ്ഞ് ഉറക്ക നിലവിളിക്കുകയാണ്. അപ്പുറത്തുനിന്ന് പശു അതാ 2 കാലും പൊക്കിയിട്ട് തുള്ളുകയാണ്. ആട് പേടിക്കുകയാണ്. ഈ കുരുത്തം കെട്ട യുവാക്കളുടെ കാരണം കൊണ്ട് മൃഗങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാതെയായി പോയി. അത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യരുതേ യുവാക്കളെ. വേറൊന്ന് ഈ അടുത്ത് എനിക്കറിയാൻ കഴിഞ്ഞു, ഈ ചെറുപ്പക്കാര് കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരനെ സ്വീപ്പാക്കാൻ ഒരു കൂട്ടര്, കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരന്റെ കൂടെ രാത്രി പോകുന്ന സമയത്ത് ഇവരും കൂടെ പോയിട്ട് ഇവനെ കുറെ റോട്ടുമ്മലിട്ട് കറക്കി 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 4 മണിക്ക് ഭാര്യ വീട്ടിലെത്തിച്ചു കൊടുക്കുക. അടുത്ത ഹറാം, പച്ച ഹറാം. നീ മുസ്ലിമാണടോ? അൽ മുസ്ലിമു, യഥാർത്ഥ മുസ്ലിം, മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. നാവ് കൊണ്ടോ കൈ കൊണ്ടോ വേറെ ഒരാൾക്ക് ശല്യമില്ലാത്തവനാണ് മുസ്ലിം. ആ ചെറുപ്പക്കാരനെ നീ കറക്കിയിട്ട് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചില്ലേ നീ? നിനക്ക് ഇസ്ലാമുണ്ടോ? ഇസ്ലാമിന്റെ ആചാരമുണ്ടോ? കടുത്ത ഹറാം. എന്നോട് ആരോ പറഞ്ഞു, ഏതോ ഒരു പോലീസുകാര് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കറക്കുന്നത് കണ്ടപ്പോ എല്ലെണ്ണത്തിനെയും പിടിച്ചിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ഇട്ട് എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. ആ പോലീസുകാരെ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ. തോന്നിയ ദിവസം ചെയ്യുന്നതിനൊരു കണക്കില്ലേ? എന്തേ അച്ചടക്കത്തോടുകൂടി മുസ്ലിമീങ്ങൾക്ക് ജീവിച്ചാൽ? അള്ളാഹു തആല ആരോഗ്യം തരുമ്പോൾ തോന്നിയ ദിവസം ചെയ്യല. അള്ളാഹു തആല ആരോഗ്യം തരുമ്പോൾ ഏത് ഹറാമും ചെയ്യല. ചോദിക്കണം പണ്ഡിതന്മാരോട്, ഇത് ഹലാലാവോ ഹലാലാവൂലേ? വെറുതല്ല. കുറെ മുസ്ലിംമാര് തലയെ കെട്ടും കെട്ടി പോവാ. എല്ലാ സ്ഥലത്തും ഉറൂസ്, എല്ലാ സ്ഥലത്തും ബഅദ്, എല്ലാ സ്ഥലത്തും ക്ലാസ്, എല്ലാ സ്ഥലത്തും സംഘടന, എല്ലാ സ്ഥലത്തും എല്ലാ പരിപാടിയും ഉണ്ട്. മനുഷ്യരിങ്ങനെ മുമ്പ് ഒരു മഹാൻ പറഞ്ഞിരുന്നു, നന്നാക്കല് ജോറ് ജോറ് ബടക്കാല് ബാറ് ബാറ്. അങ്ങനല്ലേ ഇപ്പൊ ഉള്ളത്? എന്തേ നമുക്ക് തഖ്വയോടുകൂടെ ജീവിച്ചാൽ? എന്തുകൊണ്ട് അച്ചടക്കത്തോടുകൂടി ജീവിച്ചുകൂടാ? നമ്മളെ മുൻഗാമികളൊക്കെ ഇങ്ങനെയായിരുന്നു. നിങ്ങളെ വാപ്പാരൊക്കെ കല്യാണം കഴിച്ചില്ലേ? എന്റെ വാപ്പാര് കല്യാണം കഴിച്ചില്ലേ? നമ്മളെ വാപ്പാര് കല്യാണം കഴിച്ചില്ല. അതിലല്ലേ നമ്മൾ ജനിച്ചത്? അവരൊക്കെ ഇങ്ങനെയായിരുന്നോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. എല്ലാ ദിവസവും രാത്രിയിൽ ഓതൽ സുന്നത്തുള്ള സൂറത്താ തബാറക സൂറത്ത്. ആ തബാറക സൂറത്തിൽ ഒരു ആയത്താണിത്. തബാറക സൂറത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സംഗതിയാണ്, ഒരു വലിയ സംഗതിയാ. ഓ മനുഷ്യ, തബാറക സൂറത്ത് ഓതാതെ ഉറങ്ങണ്ട. കാനലായനാമു, നബിതങ്ങൾ ഉറങ്ങാറില്ല. തബാറക സൂറത്ത് ഓതാതെ ഉറങ്ങാറില്ല. അത് അല്ലാഹുവിന്റെ മഹത്വങ്ങൾ വല്ലാതെ പറയുന്ന സൂറത്താണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹുവിന്റെ മഹത്വവും അധികാരവും പറഞ്ഞുകൊണ്ട് റബ്ബ് പറയുന്നു, എല്ലാ ആധിപത്യവും അധികാരവും അല്ലാഹുവിനാണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അത് പഠിപ്പിച്ചതിന് ശേഷം പറയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അവൻ മരണം പടച്ചവനാണ്. അവൻ മരണം പടച്ചവനാണ്. ജീവിതവും പടച്ചവനാണ്. അങ്ങനെ നിന്റെ ജീവിതവും മരണവും ഒക്കെ പടച്ചവനാണ് അല്ലാഹ്. എന്തിനാണടോ മരണം വെച്ചത്? എന്തിനാ ജീവിതം വെച്ചത്? ലിയബ്ലുവകും, അവരെ പരിശോധിക്കാനാണ്, പരീക്ഷിക്കാനാണ്. എന്താണ് പരീക്ഷ? അയ്യുക്കും അഹ്സനു അമലാ,
ആരാണ് നല്ല കാര്യം പ്രവർത്തിക്കുന്നത്, ആരാണ് ഏറ്റവും നല്ലത് ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാനാണ് മരണം വെച്ചത്, അതിനാണ് ജീവിതവും വെച്ചത്. ആ അല്ലാഹു ജല്ല ജലാലുഹു ആ പരിശുദ്ധമായ തബാറക സൂറത്തിൽ ചോദിക്കുന്ന കുറെ ചോദ്യമുണ്ട്. ഓ സുഹൃത്തുക്കളെ, അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫൈദാ ഹിയ തമൂർ. നീ വലിയ അഹങ്കാരിയായി, ധിക്കാരിയായി, അള്ളാന്റെ നിയമങ്ങളൊന്നും നോക്കാതെ ജീവിച്ചാൽ, അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ ജീവിച്ചാൽ, നിങ്ങളെ ഭൂമിയിൽ അള്ളാഹു തആല പിടിച്ചങ്ങ് താഴ്ത്തിയാൽ, ആ ഭൂമി ഇങ്ങനെ ഇളകിയിട്ട് ഭൂമിയിലേക്ക് താഴ്ന്നങ്ങ് പോയാൽ ആർക്കാണതിൽ നിർഭയത്വമുള്ളത്? അള്ളാഹ് അങ്ങനെ ശിക്ഷിച്ചാൽ തടുക്കാൻ കഴിയോ? അതേ അമിൻതും മൻ ഫിസ് സമാഇ, ആകാശത്തിൽ ആധിപത്യമുള്ള അള്ളാഹുവിനെ നിങ്ങൾ നിർഭയരായോ? അവൻ ശിക്ഷിച്ചാൽ തടുക്കാൻ കഴിയോ? അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബാ. അല്ലാഹു തആല നല്ല ചുടുകല്ല്, ആ ചുടുകല്ല് പറഞ്ഞേച്ചിട്ട് നശിപ്പിച്ചവരില്ലേ, കാറ്റ് കൊണ്ട് നശിപ്പിച്ചവരില്ലേ, അതുപോലെ നിങ്ങളെ നശിപ്പിച്ചാൽ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയോ? അല്ലാഹു തആല കുറെ ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചിട്ട് അവസാനത്തെ ഒരു ചോദ്യമുണ്ട്. ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യതീകും ബിമാഇൻ മഈൻ. ഇപ്പൊ നിങ്ങൾക്ക് നല്ല വെള്ളം കിണറ്റിൽ കിട്ടുന്നുണ്ടല്ലേ, ബോറ് കിട്ടുന്നുണ്ടല്ലേ, എന്നാൽ ഭൂമിയിലുള്ള വെള്ളം അള്ളാഹ് അങ്ങ് വറ്റിച്ച് കളഞ്ഞാൽ, വെള്ളം കിട്ടാതെ വന്നാൽ നിങ്ങൾക്ക് വെള്ളം തരുന്നവനാരടോ? ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യതീകും ബിമാഇൻ മഈൻ. എല്ലാവരും പറയണം അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹുവല്ലാതെ വെള്ളം തരുന്നവരില്ല, അല്ലാഹു അല്ലാതെ ഒന്നും തരുന്നവരില്ല. ഈ ആയത്തിറങ്ങിയപ്പോ ഒരു ധിക്കാരിയായ തോന്നിവാസി അവൻ പറഞ്ഞു, കൈക്കോട്ടും പടഞ്ഞൊക്കെ വെള്ളം ഇങ്ങ് തരൂന്ന്, കൈക്കോട്ടും പടഞ്ഞൊക്കെ വെള്ളം തരൂന്ന് പറഞ്ഞു തീരുമ്പോ അവന്റെ കണ്ണിലെ വെള്ളം അങ്ങനത്തെ പറ്റിപ്പോയി. പിന്നെ കണ്ണിന് കാഴ്ചയുണ്ടായില്ല. കൈക്കോട്ടും പടഞ്ഞും കൊണ്ട് കേട്ട കണ്ണിലെ വെള്ളം, ഇവിടെ കണ്ണിലെ വെള്ളവും ശരീരത്തിലെ വെള്ളവും ഭൂമിയിലെ വെള്ളവും ആകാശത്തെ വെള്ളവും എല്ലാ വെള്ളവും പടച്ചു കൊടുക്കുന്നവൻ അല്ലാഹ്. അള്ളാഹിനെ മറന്നുകൊണ്ടുള്ള ഒരു പരിപാടിയും പറ്റില്ല. അള്ളാഹുവിനെ ശരിക്ക് അള്ളാഹിനെ സ്നേഹിച്ചും അള്ളാഹുവിനെ അംഗീകരിച്ചും ജീവിക്കണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു കല്യാണ വീട്ടിലും ഒരു കല്യാണ സദസ്സിലും ഒരു സ്ഥലത്തും അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അള്ളാഹ് പൊരുത്തപ്പെടുന്ന എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അള്ളാഹു പൊരുത്തപ്പെടാത്ത യാതൊന്നും പാടില്ല. കല്യാണത്തിന് വേണ്ടി പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ ആർക്കാണ് കാണൽ സുന്നത്ത്? വരന്. അവൻ പോയി കാണുക. അവനിക്ക് എവിടെ നോക്കാം? മുഖവും മുൻകൈയും നോക്കാം, വേറൊരു സ്ഥലം നോക്കാൻ പറ്റൂല. കണ്ട് ഇഷ്ടപ്പെട്ട് ഇനി വേണമെങ്കിൽ ഉമ്മാനെയോ പെങ്ങളെയോ ഒക്കെ പറഞ്ഞേച്ച് നോക്കിക്കുന്നതിന് വിരോധമില്ല. അത് പെണ്ണും നമുക്ക് കാണില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുമ്പോ കല്യാണം കഴിക്കുന്നവരെ അന്യസ്ത്രീയാ. കല്യാണം കഴിച്ച് നിക്കാഹ് ചെയ്താലേ ഭാര്യയാവുള്ളൂ, നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് ഭാര്യയാവില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ചെന്ന അന്ന് തന്നെ ഒരു ഫോണ്, ഒരു മൊബൈൽ ഫോൺ അവർക്ക്. പിന്നെ ഇങ്ങനെ ഈ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആസ്വദിക്കുക അല്ലേ? രണ്ട് കാതിന്റെ വ്യഭിചാരമാണ്. അന്യാണ് അന്യ പെണ്ണ് തമ്മിൽ സൗണ്ട് കേട്ട് ആസ്വദിക്കുന്നത്. വൈകാരികമായ ആസ്വാദനത്തിന് വേണ്ടി ഫോൺ ചെയ്യാൻ പറ്റൂല, നിക്കാഹ് നടക്കാതെ പറ്റൂല. നിങ്ങൾ അന്ന് തന്നെ നിക്കാഹ് ചെയ്തോ കുഴപ്പമില്ല, നിക്കാഹ് നടക്കാതെ ആസ്വാദനം പറ്റൂല. നേരെ മറിച്ച് നമ്മൾ ചിലപ്പോ ഉസ്താദേ ഒരു മസേല പറഞ്ഞിടുവോ എന്നൊരു സ്ത്രീ ചോദിച്ചിട്ട് മസേല പറഞ്ഞു കൊടുത്ത ആസ്വാദനം ഇല്ല, അവിടെ മസേല പറയലേ ഉള്ളൂ.
വേറെ ഉള്ള ഒരാൾ പറഞ്ഞ് ആയിഷാന്റെ പേർക്ക് ഒരു പശുവിനെ വെക്കുന്നുണ്ട്. ഒരാൾ ആയിഷാന്റെ ആ പശുവിനെ വെക്കുമെന്ന് ചോദിച്ചു. അവിടെ ആസ്വാദനമില്ല. നേരെ ഈ യുവതിയും യുവാവും തമ്മിലുണ്ടാവുന്ന സംസാരം ഏകദേശം ആസ്വാദനമായിരിക്കും. തെലദ്ദുദ് ആലിമിയങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയാം. ഇൽത്തിദാദ് ആസ്വദിക്കുക. അങ്ങനെ അന്യപെണ്ണിന്റെ സൗണ്ട് കേട്ട് ആസ്വദിക്കാൻ പറ്റൂല. അതാണ് അൽ ഇസ്തിമാഉ. അങ്ങനെയുള്ള സൗണ്ട് കേട്ട് ആസ്വദിക്കുന്നതാണ് സിനയാണ് എന്ന് പറഞ്ഞു. അല്ലാതെ അന്യപെണ്ണിന്റെ സൗണ്ട് ഔറത്തല്ല, സൗണ്ട് ഔറത്തല്ല. പക്ഷെ ഇൽത്തിദാ ആസ്വാദനം പറ്റൂല, ആസ്വദിക്കുന്ന രൂപത്തിൽ ശബ്ദം കേൾക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാം തരുന്നവൻ അള്ളയാണ്, എല്ലാം തടയുന്നവൻ അള്ളയാണ്. ആ അള്ളാഹു നമ്മുടെ രഹസ്യവും പരസ്യവും അറിയും. അതാണ് സൂറത്തുൽ മുൽക്കിൽ തബാറക സൂറത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അള്ളാഹു തആല കാണുന്നു, അള്ളാഹു അറിയുന്നു. വേറെ ആരും കാണുന്നുണ്ടോ അറിയുന്നു ഒന്നും വിഷയമല്ല. അള്ളാഹു അറിയുന്നു എന്ന നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ, അവർക്ക് അള്ളാഹുവിന്റെ പൊറുക്കലുണ്ട്, വലിയ പ്രതിഫലമുണ്ട്.